വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നേരത്തെ പ്രീമിയം ക്വാളിറ്റിയുടെ വീഡിയോ കണ്ടു. ഇനി നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലുള്ള സെറ്റ് മുണ്ടും കൂടി കാണാം. നമുക്ക് ഒരുപാട് പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോകണ്ട, നമുക്കത് സെറ്റ് മുണ്ടൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ ബഡ്ജറ്റ് റേഞ്ചാണ്. ഇതൊക്കെ ബിലോ 800-900 ബിലോ ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഒരെണ്ണം ഇതാണ്, നല്ല വീതിയുള്ള കസവാണ്. ഇതിന് ടാസൽസും ഉണ്ട്. ഇതൊരു വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ. ഇത് പക്ക വാടാമല്ലി കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വാടാമല്ലി ഷെയ്ഡാണ്. ഇതിൻ്റെ വാടാമല്ലി കളർ ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇങ്ങനെ ബ്ലൗസ് ഉണ്ട്, സെയിം ഷെയ്ഡാണ്. ഇത് ബ്ലൗസ് സെപ്പറേറ്റ് ആണ് വരുന്നത്, ഇതിൻ്റെ ഒപ്പം വരുന്നതല്ല. ബ്ലൗസ് സെപ്പറേറ്റ് തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു 3 കളേഴ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് വൺ. ഇനി ഇതിൻ്റെ തന്നെ റാണി പിങ്ക് ആണ്. ഇതൊക്കെ നല്ല കളേഴ്സാണ്. ഇതൊക്കെ ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണ്. വലിയ എമൗണ്ട് എടുക്കണില്ല, എന്നാൽ പെട്ടെന്ന് വിഷുവിന് പുതിയതൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ കിട്ടും. പക്ഷെ ഇത് ബഡ്ജറ്റ് ആണെങ്കിലും അത്യാവശ്യം റിച്ച് ആണ്. തൊട്ട് കുറഞ്ഞു പോയി എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കസവും നല്ലതാണ്. ഇതൊരിക്കലും മഞ്ഞ കസവൊന്നുമല്ല, നല്ല കസവാണ്. അതിനും ടാസൽസ് ഒക്കെ ഉണ്ട്. എല്ലാം 2.8 ആണ് കേട്ടോ. ഇനി ഹൈറ്റ് ഇല്ല, വണ്ണം ഇല്ല എന്നുള്ളവർക്കാണെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം, ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ടാസൽസിൻ്റെ അപ്പുറത്തെ അറ്റം, ഈ മുണ്ട് എന്താണ്, നിങ്ങളുടെ ഈ ഒരു ഇതിൻ്റെ അപ്പുറത്തെ പീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ഒരു പീസ് ഇതിൻ്റെ അപ്പുറം വരുന്നത്, ഇത് ടാസൽസ് ആയതുകൊണ്ട് നമുക്ക് മടക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത് നിങ്ങളുടെ സെറ്റ് മുണ്ടിൻ്റെ ഈ കര കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇതിങ്ങനെ മടക്കുക അകത്തേക്ക്. ഇതിങ്ങനെ മടക്കിയിട്ട് ഇത് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട്, ഇപ്പോൾ ഇതിലാണെങ്കിൽ ഇതിന് ഓറഞ്ച് ത്രെഡാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരു ഓറഞ്ച് ത്രെഡ് വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് അടിച്ചാൽ ഇത് അവിടെ ഇരുന്നോളൂ. ഇനി പിന്നീട് വണ്ണമുള്ള ഇപ്പം അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആ സമയത്ത് ഇത് അഴിച്ചാൽ മതി. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ വണ്ണമുള്ള ഒരാൾക്ക് ഇത് ഉടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇതാണ് നെക്സ്റ്റ് കളർ. ഇത് റാണി പിങ്ക് ആണ്. ഇതെല്ലാം നല്ല ഭംഗിയുള്ള കസവാണ്, എന്നുവെച്ചാൽ നല്ല പാറ്റേൺ ആണ് ഇതൊക്കെ. ഇതെല്ലാം നല്ല പാറ്റേൺസ് ആണ് ഈ ഒരു പീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റാണി പിങ്ക് ആണ്. ഇനി ഇതിൻ്റെ തന്നെ വേറെയും കളേഴ്സും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ 2 കളേഴ്സാണ് ഉള്ളത്. ഇനി കാണിക്കുന്നത്, ഇനി ഗോൾഡ് കസവും വേണ്ട, സിൽവർ കസവും വേണ്ട, അങ്ങനെ നോക്കണവർക്ക് പറ്റിയൊരു ഐറ്റം ഉണ്ട്. ഇതാണത്. അതായത് ഇത് ഗോൾഡ് ത്രെഡിൻ്റെ കൂടെ വൈറ്റ് ത്രെഡ് ഇടയിൽ കൂടെ കയറ്റി പോയേക്കാണ്. അപ്പോൾ ഇത് ഗോൾഡ് ത്രെഡിൻ്റെ വളരെ മൈക്രോ ലൈൻസും വൈറ്റ് ത്രെഡിൻ്റെ മൈക്രോ ലൈൻസും കൂടെ പോയിക്കണോണ്ട് ദൂരത്തു നോക്കിയാൽ സിൽവറാന്ന് തോന്നും. പക്ഷെ ഇത് സിൽവർ അല്ല. ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് ഗോൾഡ് ആണ് ഇതിൻ്റെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കസവാണ്. ആക്ച്വലി രസമുണ്ട് ഇത് കാണാൻ. ഇതിന് ഞാനിങ്ങനെ അത്ര കോമൺ ആയിട്ട് കാണാത്തൊരു ടൈപ്പ് കസവാണ് പോയേക്കണേ. അപ്പോൾ കര മതി, കസവ് അധികം വേണ്ട. കസവ് അത്ര താല്പര്യമില്ല കരയുടെ. എന്നാൽ കര മാത്രമായി പോയാൽ അതും അത്ര ബോറാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ ഇത് ഇങ്ങനെ ഒരു സ്ട്രൈപ്സാണ് വരിക. ഇത് കണ്ടോ, ഇങ്ങനെ സ്ട്രൈപ്സ് വരും. ചെറിയ വളരെ കുഞ്ഞ് സ്ട്രൈപ്പാണ്. ഇത് അടുത്ത് വന്നാലേ കാണുള്ളൂ, ദൂരത്തു നോക്കിയാൽ അങ്ങനെ കാണില്ല. അപ്പോൾ കസവ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയൊരു ഐറ്റമാണിത്. ഇതിൻ്റെ ബ്ലൂ ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ വേറെ കളേഴ്സ് ഒന്നും വന്നില്ല. അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ഉണ്ടോ എന്ന് ചോദിക്കരുത്, കാരണം ഈ വേറെ കളറില്ല, ഈ ഒരു കളറേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലൂ ഇതിൻ്റെ ബ്രൊക്കേഡുള്ള ബ്ലൗസ് ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് അത്ര പ്രശ്നം വരുന്നില്ല. കാരണം ഇത് സിൽവർ അല്ലാത്തത് കൊണ്ട് ബ്രൊക്കേഡ് ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇത് ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണ്. ഇതിന് അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇനി അടുത്ത കാണിക്കുന്നത്, ഇത് ഈ കൂട്ടത്തിൽ കുറച്ച് പ്രൈസിയർ ആണ്. അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം. ഇതൊരു പർപ്പിളിഷ് മെറൂൺ ആണ്. ഇതൊരു പെർഫെക്റ്റ് മെറൂൺ അല്ല. ഇതാണ് ഞാൻ ഇട്ടേക്കുന്നതാണ് മെറൂൺ. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഒരല്പം പർപ്പിൾ കളർ മിക്സ് ആയ പോലത്തെ ഒരു മെറൂൺ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവർ ലുക്ക്.
ഇത് നിങ്ങളുടെ ബോഡിയിൽ വരും. ഇത് നിങ്ങൾ കൊണ്ടുപോയി തന്നെ ബ്ലൗസ് എടുക്കുന്നതായിരിക്കും നല്ല. കാരണം ഇതിൻ്റെ കളർ മാച്ചിങ് കുറച്ച് നമ്മൾ തന്നെ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു കസവാണ്. ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട്. ഇത് പാരറ്റ് ഗ്രീനാണ്, നല്ല ഗ്രീനാണ്, ഒരു ലീഫ് ഗ്രീനൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇത് കാണാനാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് അടുത്തത്. അപ്പം അതിൻ്റെ തന്നെ സെയിം ആണ് 2 കളേഴ്സ് വന്നേക്കണേ. ഇനി വന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, ഇത് നല്ല പക്ക മെറൂണാണ്. മെറൂണും ഒരു ഒരു നമ്മുടെ വൈക്കോലിൻ്റെ കളറാണ്, ഒരു കച്ചി, നമ്മുടെ വൈക്കോൽ എന്നൊക്കെ പറയുന്ന സാധനമില്ല, അതിൻ്റെ ഒരു കളറാണ്. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ്, നല്ല രസമുണ്ട്. ഇത് നല്ല മെറൂണാണ്, ഇത് ഈ മെറൂൺ തന്നെയാണ്. അടുത്തത് ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി ഡാർക്കാണ്, കുറച്ചുകൂടി ഡാർക്കർ ഓറഞ്ചാണ്, കുറച്ചുകൂടി റസ്റ്റിക് ലുക്കുള്ളൊരു ഓറഞ്ചാണ്. ഇതാണ് പ്യുവർ ഓറഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞാട്ടോ. ഇത് പ്യുവർ ഓറഞ്ചാണ്, ഇത് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ്, ഒരു കുറച്ചുകൂടി കടും ഓറഞ്ചാണ്. അപ്പോൾ തീരെ ബ്രൈറ്റ് ഓറഞ്ച് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഇത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഈ പാറ്റേൺസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഞാൻ മാക്സിമം ഇങ്ങനെ നമ്മൾ കോമൺ അല്ലാത്ത ടൈപ്പ് പാറ്റേൺ ഒക്കെയാണ് ഈ തപ്പിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പം ഇതിൻ്റെ ഈ ഒരു ലൈൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് ലൈൻസാണ് കസവ് പോയേക്കണേ. അപ്പോൾ അതാണ് എടുത്തത്. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് അയയ്ക്കുക. ഇനി കുറച്ചുകൂടി മോഡേൺ ലുക്ക് ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന അവർക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങനത്തെ ഒരു സ്റ്റൈലായിട്ട് എടുക്കാൻ പറ്റിയ സാധനമാണ് ഇത്. ബേബി പിങ്ക് ആണ്, നല്ല ഭംഗിയല്ലേ കാണാൻ, ഒരു ബേബി പിങ്ക്. അപ്പോൾ ഈ കളർ ബ്ലൗസ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ബേബി പിങ്ക് വലിയ വീതിയൊന്നുമില്ല, ചെറിയ ഒരു മീഡിയം സൈസ് വീതിയേ ഉള്ളൂ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്. ബേബി പിങ്ക് സെറ്റ് മുണ്ടുകളിൽ വളരെ കുറവാണ്, അത്ര നല്ല പാറ്റേൺസ് ഒന്നും കിട്ടാനില്ല. അപ്പം നല്ല പാറ്റേൺ ആണ് ഒരു പിങ്ക്. ഇതിൻ്റെ ഈ കസവും നല്ല കസവാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള കസവാണ്. അപ്പം ഇതാണ് ഇത്, ബേബി പിങ്ക് ആണ്. അടുത്തത് ഒരു യൂണിവേഴ്സൽ കോമ്പിനേഷൻ ആണ്. എല്ലാവർക്കും ഈ കോമ്പിനേഷൻ ഇഷ്ടമാണ്, പക്ഷേ ഇതിൻ്റെ പാറ്റേൺസ് ഞാൻ ആദ്യം കൊണ്ടുവന്ന പാറ്റേണൊക്കെ ഇപ്പോൾ തീർന്നു പോയി, പിന്നെ കിട്ടാനില്ല. ഇതൊരു റാണി പിങ്ക് ആൻഡ് ഗ്രീൻ. ഇത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്, ഈ ഒരു 2 കോമ്പിനേഷൻ. ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് അത്യാവശ്യം ഫിറ്റായ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരുപാട് കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി എനിക്ക് ഈ ഒരു കോമ്പിനേഷനാണ് ഇഷ്ടം. ഇതിന് അത്യാവശ്യം വീതിയുണ്ട്, നല്ല കസവാണ്. ഇതും ഇഷ്ടമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അടുത്തത് ഈ ബ്ലാക്ക് ലവേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് അധികം എടുക്കാത്തത്. സാധാരണ അധികം ചിലവർക്കുണ്ട് ഈ വിശേഷ ദിവസങ്ങളിൽ ബ്ലാക്ക് എടുക്കില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ വിഷുവിനൊക്കെ ബ്ലാക്ക് എടുക്കില്ല, മറ്റ് കളേഴ്സൊക്കെ എടുക്കുള്ളൂ, ബ്ലാക്കൊക്കെ അല്ലാത്ത ഒക്കേഷൻസിനെ എടുക്കാറുള്ളൂ എന്ന് പറയും. ബ്ലാക്ക് ഉടുക്കുന്നവരുണ്ട് പക്ഷെ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ബ്ലാക്ക് എപ്പോഴും കസവിൻ്റെ കൂടെ നല്ല ഭംഗിയാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സെറ്റ് മുണ്ടുകൾ. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. ഇതൊക്കെ നല്ല പാറ്റേൺസ് ആണ്. ഇതൊക്കെ ഗ്രീൻ, ഇതൊക്കെ നല്ല 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 ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് കസവും സിൽവറിൽ നിന്നും കസവിൽ നിന്നും മാറി നിൽക്കുന്നൊരു ഇതാണ്. അപ്പം ഇത് ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യണ്ട, കാരണം ഇത് ഉടുക്കുമ്പോൾ ഇതേ നിങ്ങളുടെ ബോഡിയിൽ വരുന്നുള്ളൂ. ബാക്കി ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത്, ബാക്കി മുന്താണിയിലേക്കും. അപ്പം നല്ല ഭംഗിയാണ്. ഇത് ഉടുത്ത് കഴിയുമ്പോൾ നല്ല ലുക്കായിരിക്കും. അപ്പം ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഉടുത്താൽ. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.
എന്തായാലും വിഷു ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക, നല്ല നല്ല സെറ്റ് മുണ്ടുകളൊക്കെ കൊടുത്ത് അടിച്ചു പൊളിക്കുക. വിഷു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെറൈറ്റി സാരീസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ സാധാരണ റെഗുലർ ഫങ്ഷണൽ വെയറൊക്കെ ആയിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന സാരികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ വിഷു എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക. ഇനി ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ വന്നാൽ വീണ്ടും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അത് കിട്ടുമെങ്കിൽ മാത്രം. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും പുതിയത് വരുന്നുണ്ടോ എന്ന്. അതിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത് എന്ന് തോന്നുന്ന പീസ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ ബൈ.